പടം റിലീസ് ചെയ്യാതെ പോയ അനുഭവം പറഞ്ഞതിൽ വേറൊരു സിനിമയ്ക്ക് പോയി. അതിൽ ഹീറോ എന്ന് വേണമെങ്കിൽ പറയാം 3 കഥാപാത്രമേ ഉള്ളൂ. ഞാൻ, മുന്ന എന്ന് പറഞ്ഞ ആക്ടർ, പിന്നെ ഒരു ബ്രിട്ടീഷ് ലേഡി. അതൊരു ഓൾമോസ്റ്റ് ഒരു ഇംഗ്ലീഷ് പടം പോലെയായിരുന്നു, ചെറിയൊരു പടം. അത് ഫുള്ള് നമ്മൾ ഷൂട്ട് ചെയ്തു. ഗുണ്ടൽപേട്ടിലും തൊടുപുഴയ്ക്കടുത്ത് ഉള്ളൊരു സ്ഥലത്ത്, തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുമായിട്ട് ഷൂട്ട് ചെയ്തു. ആ സിനിമയും ഇറങ്ങിയില്ല, ഫുൾ കഴിഞ്ഞതാണ്. അത് സിങ് സൗണ്ടും ഒക്കെ ആയിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ഡബ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ സിങ് സൗണ്ടൊക്കെ ആയിരുന്നു. ആ സിനിമ ഇറങ്ങിയില്ല. അതും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുള്ള എന്തോ തർക്കവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഏതൊരു കാർ ആക്സിഡൻറ്റിൻ്റെ സീക്വൻസ് ഉണ്ട്. അതൊരു 4-5 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. വളരെയധികം സ്ട്രെയിൻ ചെയ്താണ് ഷൂട്ട് ചെയ്തത്. ഒരു കാറിനെ കൊണ്ട് കൊക്കയിൽ ഇറക്കി വെച്ചു. കാറിലെ യാത്രയാണ് ആ സിനിമയുടെ. കൊക്കയ്ക്കകത്ത് ഇറക്കി വെച്ചിട്ട് ഫുള്ള് വെച്ചിട്ട് അതിനകത്ത് ഈ കാറിൻ്റെ ഡ്രൈവറാണ് ഞാൻ. ജാമായിപ്പോയി, സീറ്റിൽ നിന്ന് ഇറങ്ങാക്കില്ല. അവിടെ കിടന്ന് മരിക്കും. പക്ഷേ അവിടെ കിടന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ആ സീക്വൻസ് ഫുള്ള് ഷൂട്ട് ചെയ്ത് ഈ ഫുൾ ബ്ലഡും അതും ഇതുമായിട്ടുള്ള ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്താണ് ഷൂട്ട് ചെയ്തത്. എല്ലാവരും ഫുൾ ടെക്നീഷ്യൻസ്. കാര്യം ഒരു ചായ കുടിക്കണേ പോലും വെറുതെ ഇങ്ങനെ ഇത് ഈ കാറിനകത്ത് രാവിലെ കയറി ഇരുന്നാൽ പിന്നെ അനങ്ങാക്കൂല, ഇതിന്ന് ഇറങ്ങാക്കൂല. ഇത് കാറിങ്ങനെ കൊക്കയിലിങ്ങനെ തൂങ്ങി നിൽക്കുക ഒരിടത്ത്. ആ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ആ കാറിനെ കൊണ്ട് അവിടെ ഇറക്കി ഫിറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അത്രയും സ്ട്രെയിൻ ചെയ്തിട്ട് ആ സിനിമ ഇറങ്ങിയില്ല. പക്ഷെ ആ പടത്തിനെ പറ്റി പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ നായകനായിട്ട് അഭിനയിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന, മുന്നേയും ഈക്വലായിട്ടുള്ളൊരു കഥാപാത്രമാണ് അവരും ആ ലേഡിയും. ശരിക്കും അവരും ഒരു വളരെ പ്രാധാന്യമുള്ളൊരു കഥാപാത്രം. അപ്പോൾ അതിനുശേഷം 3 സിനിമ ഹീറോ ആയിട്ട് അഭിനയിച്ചു. ഞാൻ പ്രധാന വേഷം. ഹീറോ എന്ന് പറയുമ്പം ഫ്ലൈയിങ് കിക്കോ ഇത്തരം കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പറന്നടി, പറക്കാതെ അടി, ഇതൊന്നുമില്ല. സാധാരണക്കാരനായിട്ട് 3 പടം. അതിൽ ആദ്യം വിനോദ് മങ്കര എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പടത്തിന് വിളിച്ചത്. അതൊരു നടന്ന സംഭവമാണ്. ആന്ധ്രാപ്രദേശിൽ നടന്ന ഒരു സംഭവം. ഏതൊരു മാസികയിൽ അത് ആഴ്ചപ്പതിപ്പിലോ കണ്ടോ അത് വന്നു കഥ. ആ കഥയെ ബേസ് ചെയ്താണ് ഈ സിനിമ. ഒറ്റ മന്ദാരം എന്നായിരുന്നു സിനിമയുടെ പേര്. അതിൻ്റെ ഷൂട്ടിങ്ങിന് നമ്മൾ തെസിയൻ വിള എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വള്ളിയൂരിനടുത്തുള്ള സ്ഥലം തെസിയൻ വിള, അവിടെയായിരുന്നു ഷൂട്ടിങ്. 10-25 ദിവസം. മോർ ഓഫ് ആൻ അക്കാഡമിക് ഫിലിമായിരുന്നു. നല്ല സിനിമയായിരുന്നു, നല്ലൊരു കഥയായിരുന്നു. വളരെ കുറച്ചേ ഓടുകയൊക്കെ ചെയ്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പടം ചെയ്തതാണ് ആൾ രൂപങ്ങൾ എന്ന് പറഞ്ഞ പടം. ആ പടം പിന്നെയും കുറേ ദിവസങ്ങളും കൂടെ ഓടി. തിരുവനന്തപുരത്തൊക്കെ 10-50 ദിവസം തിരുവനന്തപുരത്ത് നമ്മൾ നിന്ന് അത് ഓടിപ്പിച്ചു എന്ന് വേണം പറയാൻ. അപ്പം അത് നല്ല പേരുണ്ടായിരുന്നു ആ പടത്തിനകത്ത്. എനിക്ക് നല്ല പേരുണ്ട്. അതായത് യൂട്യൂബിൽ വന്നിട്ട് ആ പടം ഭയങ്കരമായിട്ടുള്ള വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു. ഏതോ പ്രൈവറ്റ് ചാനലിലും ഒക്കെ വന്നു. കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞതാണ്. അതും ശരിക്കും നടന്നൊരു സംഭവമാണ്. നല്ല വൃത്തിയായിട്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ഒരു ഹർത്താൽ കാരണം ജീവിതം കോഞ്ഞാട്ടയായിട്ട് പോകുന്നു, വഴി കിടന്ന് മരിക്കുന്നതുമാണ്. അതും അതിൻ്റെ ഡയറക്ടർ CB പ്രേംകുമാർ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ അനുഭവമാണ്. അദ്ദേഹമാണത് ഡയറക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് 3ാമത് ഒരു പടം ഇതുപോലെ പ്രധാന വേഷം ചെയ്തത് MD സുകുമാരൻ എന്ന് പറഞ്ഞ ക്യാമറമാനാണ്. അദ്ദേഹം സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹം സാലു ജോർജ് എന്ന് പറഞ്ഞ ക്യാമറമാനുണ്ട്, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹം ആണ് ഈ പടം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ നാളുകളിൽ സാലുവേട്ടൻ ഇപ്പം വർക്ക് ചെയ്യുന്നില്ല, അദ്ദേഹം സ്വസ്ഥം ഗൃഹഭരണമാണ്. പക്ഷെ അദ്ദേഹം ഈ പടം വന്ന് വർക്ക് ചെയ്തു. അദ്ദേഹമായിരുന്നു സിനിമാറ്റോഗ്രാഫർ. ആ സിനിമ അതിൻ്റെ പേര് പശു എന്നാണ്. അതിനകത്ത് ഞാനും ഒരു പശുവുമാണ് പ്രധാന വേഷം. ഒരു പശുവിനെ കൊണ്ട് ഒരു കാട്ടുപ്രദേശത്ത് വന്ന് താമസിക്കുന്ന ഒരാളുടെ കഥയാണ്. ആ സിനിമ ഈ സ്റ്റേറ്റ് അവാർഡിന് പോവുകയും അത് അവസാന പട്ടികയിൽ ഞാനും ഇന്ദ്രൻസുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ദ്രണ്ണൻ്റെ ഏതോ ഒരു പടം ഉണ്ടായിരുന്നു. ഇന്ദ്രണ്ണനാണ് അവാർഡ് കിട്ടിയത്. അപ്പം ലാസ്റ്റ് റൗണ്ടിൽ 2 പേരുണ്ടായിരുന്നതിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി, അത്രയേ ഉള്ളൂ. ഈ ആൾരൂപങ്ങൾ എന്ന് പറഞ്ഞ സിനിമയും അതിനകത്തൊരു നമുക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറയുന്നത്, അവാർഡെന്ന് പറഞ്ഞാൽ ഫിസിക്കൽ അവാർഡല്ല, അത് ഈ
പനോരമ സെലക്ഷന് വേണ്ടി വിട്ടിരുന്നു. അപ്പോൾ പനോരമ സെലക്ഷനിൽ പനോരമ ജൂറി ആ സിനിമ പല സിനിമകൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സിനിമയും കണ്ടു. അപ്പോൾ ആ ജൂറിയിൽ നമ്മുടെ ആ വർഷം നമ്മുടെ മേജർ രവിയേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ രവിയേട്ടൻ പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ആ സിനിമ ഉണ്ടായിരുന്നു, അത് കണ്ടു, പക്ഷെ അത് തള്ളപ്പെട്ടു. അതിന് കാരണമൊക്കെ പറഞ്ഞു. കാര്യം അത് കഥയിൽ നിന്ന് പ്രധാന ഇതിൽ നിന്നും വ്യതിചലിച്ചെന്തെന്നൊരു റീസൺ പറഞ്ഞു. അതുകൊണ്ടത് തള്ളപ്പെട്ടു. പക്ഷേ ഞാൻ വിളിച്ചതിൻ്റെ കാര്യം, അന്ന് വൈകുന്നേരം ഇവർ ഈ ജൂറി മെമ്പേഴ്സെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയായിരുന്നു ടീ ടൈമിൽ. അപ്പോൾ വേറെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള പ്രശസ്തരായ സംവിധായകരൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ ഒരാൾ പെട്ടെന്ന് രവിയേട്ടൻ ചോദിച്ചു, ഈ നമ്മളിന്ന് കണ്ട ആ സിനിമയിൽ അഭിനയിച്ച അയാൾ ആരാണ്, അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ രവിയേട്ടൻ പറഞ്ഞു, എനിക്കറിയാം, നന്ദു എന്നാണ് അയാളുടെ പേര്, നമ്മളെ അടുത്ത സുഹൃത്ത് തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു, അയാൾ അസൽ ആക്ടറാണ് കേട്ടോ, യെസ് ഡൺ എ വെരി ഗുഡ് ജോബ് എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റുള്ളവരെല്ലാവരും അത് യെസ് അത് പറയാൻ വിട്ടുപോയതാണ്, അദ്ദേഹം നല്ലൊരു ആക്ടറാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറയാനാണ് എന്നെ ഇദ്ദേഹം വിളിച്ചത് രാത്രി. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു അവാർഡ് കിട്ടിയതിന് തുല്യം. വലിയ പ്രശസ്തരായ ഏതൊക്കെയോ ഡയറക്ടേഴ്സ് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ അഭിനയം നന്നായിരിക്കണമെന്ന് പറയുമ്പം ഒരു നടനെന്ന നിലയിൽ വളരെയധികം സന്തോഷം തരുന്ന ഒരു നിമിഷമായിരുന്നു അത്. ചില സിനിമകളെ പറ്റി പറഞ്ഞിട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ വിട്ടുപോയി പിന്നീട് ഓർമ്മ വരുമ്പോൾ പറയുന്നതാണ്. നേരത്തെ അയിത്തം എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, മഹാദാനപുരത്തെ ഷൂട്ടിങ്ങും തണുപ്പും ശിവലിംഗം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തതുമൊക്കെ. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് തന്നെ കന്യാകുമാരിയിൽ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു, ഈ ഒരു ചിത കത്തിക്കുന്നത്. കന്യാകുമാരിയിൽ കടലിൻ്റെ കരയിലായിട്ടാണത്. അത് വൈകിട്ടൊരു 6 മണി ഡസ്ക് എഫക്റ്റിൽ ഷൂട്ട് ചെയ്ത സംഭവമായിരുന്നു. അപ്പോഴും ഈ ശിവലിംഗം എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വേഷം തോർത്ത് തന്നെ, ഒരു തോർത്തും ഈ പൂണൂലും മാത്രമേ ഉള്ളൂ. അപ്പം ഈ ചിത കത്തിക്കുന്ന സീക്വൻസ് ആയതുകൊണ്ട് ചെരുപ്പ് ഇടാനും പാടില്ല. അപ്പോൾ ചെരുപ്പിനെ ഊരി അവിടെ ഇവിടെ വെച്ചു. കടപ്പുറമാണ്, ഒരുപാട് ആൾക്കാരുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. ഈ ടൂറിസ്റ്റുകളിൽ നിന്നെല്ലാം കുറച്ച് ഒഴിഞ്ഞ് മാറിയിട്ടൊരു സ്ഥലത്തായിരുന്നു. എന്നാൽ അവിടെയും ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നു. പാക്കപ്പായി, എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു, ചിതയെല്ലാം കത്തിച്ചു, അതെല്ലാം കഴിഞ്ഞ് പാക്കപ്പായി എല്ലാം ആർട്ടിസ്റ്റുകൾ. അപ്പോൾ രണ്ടാമത്തെ പടമാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകൾ മെയിനായിട്ടുള്ള എല്ലാവരും, കാറുകൾ വന്നു, കാറുകളിൽ പോകുന്നു, ടെക്നീഷ്യൻസ് പോകുന്നു, ഡയറക്ടർ നാഗവള്ളി വേണിച്ചേട്ടൻ പോകുന്നു, എല്ലാവരും പോയി. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ഷർട്ടും പാൻറ്റും ഉണ്ട്, അത് ഇട്ടിരിക്കുന്നത് കോസ്റ്റ്യൂം വണ്ടിയില്ല. ഷർട്ട് എങ്ങനെയോ കിട്ടി, പാൻറ്റ് കിട്ടിയില്ല, ഈ വണ്ടി പോയി. ഒരു മുണ്ടെന്തോ കിട്ടി, ഈ മുണ്ടും എടുത്തു, ഷർട്ടും ഇട്ടു, എല്ലാ വണ്ടിയും പോയി. ചെരുപ്പ് എവിടെയെന്ന് കാണാനുമില്ല. കണ്ണാടി ഊരി ആരെയോ വെപ്പിച്ചിരുന്നു, കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാണാനും പറ്റുന്നില്ല. ഒരുവിധം എല്ലാ ആൾക്കാരും പോയി, കാറുകളെല്ലാം പോയി. അതിൻ്റെ ഒരു മാനേജർ, പ്രൊഡക്ഷനിലുള്ളൊരു മാനേജർ, 3-4 മാനേജർമാരിലുള്ളതിൽ ഏറ്റവും താഴെയുള്ള മാനേജർ, പിന്നെ വേറെ ഏതാണ്ട് 1-2 പേര്, ഇത്രയും പേര് മാത്രമേ ഉള്ളൂ മൊത്തം. ബാക്കി ഫുൾ ആൾക്കാരും പോയി. ഞാൻ ഈ ചെരുപ്പ് തപ്പുന്ന സമയം കൊണ്ട് എല്ലാ വണ്ടികളിൽ എല്ലാവരെയും കയറ്റി വിട്ടു. എല്ലാവരും ഓരോരോ പാട്ടിന് പോയി, എല്ലാ വണ്ടികളും പോയി. അവിടെ പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് യൂണിറ്റ് വണ്ടിയും പോയി. കയ്യിൽ 5 പൈസയും ഇല്ല. ഞാനും ഉണ്ട്, ഈ 2 പേരെ കണ്ടുകൊണ്ട്, ഈ മാനേജരും ഉണ്ട്. അയാളുടെയിലും പൈസയില്ല. കന്യാകുമാരിയിലാണ്, നാഗർകോവിലാണ് താമസിക്കുന്നത്. 10-18 കിലോമീറ്റർ അപ്പുറത്താണ് താമസിക്കുന്നത്. എനിക്കാണെങ്കിൽ ഏറ്റവും പ്രശ്നം തന്നെ കണ്ണ് കണ്ടുകൂടാ. കാര്യം ഒന്നാമത് നല്ല ഇരുട്ടായി. ഈ കണ്ണാടി ഇല്ലാത്തത് കാരണം ഉള്ള പ്രശ്നം. കണ്ണാടി ഉണ്ടേ പ്രശ്നമില്ല, അപ്പം ഇല്ലെങ്കിലും കാണാം, പക്ഷേ നമുക്ക് ആ ഫ്രീഡം ഇല്ല. നമുക്ക് നടക്കുമ്പോഴൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, ഒന്നാമത് ഈ ഇരുട്ടും കൂടെ ആയില്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഈ പ്രൊഡക്ഷൻ മാനേജർ എങ്ങനെയോ എവിടെ നിന്നോ കാശ് ഒപ്പിച്ചു, 3-4 ടിക്കറ്റിനുള്ളത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്ന്, അത് അങ്ങൊരു കുറേ മാറിയിട്ടൊരു സ്ഥലത്തായിരുന്നു, കന്യാകുമാരി തന്നെ. അവിടെ നടന്ന് വന്ന് ബസ്സിൽ കയറി എങ്ങനെയൊക്കെയോ നാഗർകോവിലെത്തി. അപ്പോഴത്തേക്കും 8:30 മണി 9 മണിയായി. ഇപ്പോഴാണ് നാഗർകോവിലെത്തിയത്. എന്നിട്ട് നമ്മുടെ ഈ അവസ്ഥ പറഞ്ഞു, ആര് കേൾക്കാൻ, അവിടെ നമ്മളൊന്നും ആരുമല്ല. പിന്നെ അവരതൊരു ആരും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. വണ്ടി പോയാ ശരി എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ അങ്ങ് അവരുടെ പാട്ടിന് പോയി. അങ്ങനെ വഴിയാധാരമായി പോയി. എന്നിട്ട് പിച്ചെടുത്ത് ടിക്കറ്റ് എടുത്ത
ഞാനല്ല, പാവം ആ മാനേജർ പോയി ആരുടെന്നോ കാശ് തരുമെന്ന് ചോദിച്ച് വാങ്ങിച്ച് അങ്ങനെ എന്തൊക്കെയാണ് കയറി വന്നത്. ആ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് MGR മരിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലാണ് നമ്മളുള്ളത്. MGR മരിച്ചു എന്നുള്ള ന്യൂസ് വെളിയിൽ വന്നപ്പം തമിഴ്നാട് മുഴുവൻ സ്റ്റാൻഡ് സ്റ്റില്ലായി. ഭയങ്കരമായിട്ടുള്ള ഒരു ഭീകരാന്തരീക്ഷം. കാര്യം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ ഒരു കട തുറന്നിരിക്കുകയായിരുന്നു. കുറേ ആൾക്കാർ വന്നിട്ട് ഈ കടയിലുള്ള മുഴുവൻ, ഞങ്ങൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ കടയിലെ സോഡ കുപ്പി അതും ഇതുപോലെ എടുത്ത് അടിച്ച് തകർത്ത്, കട തുറന്നു വെച്ചതിൻ്റെ ദേഷ്യം. ഈ കടക്കാരെ അറിഞ്ഞില്ല പാവം. രാവിലെ അയാളഴിച്ച് സാറിന് തുറക്കണമല്ലോ തുറന്നു. അയാൾ അറിഞ്ഞില്ല MGR മരിച്ച കാര്യം. അന്ന് ഇതുപോലത്തെ സംവിധാനങ്ങൾ TV-യോ ന്യൂസോ ഇമ്മീഡിയറ്റ് പറഞ്ഞാൽ റേഡിയോയിൽ വച്ചാലല്ലേ അറിയുള്ളൂ. അയാൾ അറിയുന്നതിന് മുമ്പ് തന്നെ അയാൾ കിടന്ന് വിളിക്കുന്നത് ഒന്നും ചെയ്യില്ല. പക്ഷേ കംപ്ലീറ്റ് കടയടിച്ച് തകർത്ത് പഴക്കൊലയൊക്കെ എടുത്ത് അമ്മമാർ പോയി. അങ്ങനെ പോകുന്ന വഴിക്കൊക്കെ താർക്കുന്നുണ്ട്. അത് അങ്ങനെ ഭയങ്കര ഒരു റൈറ്റിൻ്റെ അവസ്ഥയിലേക്ക് വന്നു. പിന്നെ പോലീസൊക്കെ വരുന്നു. പക്ഷേ ഷൂട്ടിങ് പിന്നെ നടക്കില്ല എന്നുള്ള മനസ്സിലായി. അപ്പോൾ അന്ന് ആരും ഷൂട്ടിങ്ങിന് പിന്നെ ഇറങ്ങിയില്ല. ഇത് ഈ സിനിമ, ഈ അയിത്തെന്ന് പറഞ്ഞ സിനിമയുടെ പൂജ ചെന്നൈയിൽ വെച്ച് നടന്നിരുന്നു. അതിന് കുറച്ച് നാൾ മുമ്പാണ് നടന്നത്. അതിന് അദ്ദേഹം പങ്കെടുത്തതാണ്. MGR അതിന് പങ്കെടുത്തതാണ്. എന്തായാലും അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഈ ഷൂട്ടിംഗ് നടക്കില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ട്രെയിനും ഒന്നും പോകാൻ സാധ്യതയില്ല. ബസ്സൊക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പായി. ഒരു ബസ്സും പോവില്ല. തമിഴ്നാട്ടിലെ ഒരു വണ്ടി ഒരിടത്തോട്ടും പോവില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഉച്ചയ്ക്ക് അങ്ങാണ്ട് ഒരു ട്രെയിൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട്, അതിൽ പോവാം എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ബാഗുമൊക്കെ ആയിട്ട് നടന്നു. ഈ നാഗർകോവിലിലെ മണിമേട എന്ന് പറയും പ്രധാന ജംഗ്ഷൻ, അവിടെ തന്നെയാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ എനിക്ക് 3 കിലോമീറ്റർ കണ്ട് വരുമെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് ഞങ്ങളെല്ലാം ഫുള്ള് ആൾക്കാരും നടന്നു. അപ്പോൾ ലാലേട്ടനെയും ഡയറക്ടറൊക്കെ എങ്ങനെയാണ് ഏതോ വണ്ടിയിൽ അവിടെ കൊണ്ടിറക്കി റെയിൽവേ സ്റ്റേഷനിൽ. സഞ്ചാരത്തോടൊപ്പം യാത്രകൾ നടത്താൻ ഇതാ നിങ്ങൾക്കും അവസരം. ചുരുങ്ങിയ ചെലവിൽ പരമാവധി സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ട്, അനുഭവങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട്, രുചിവൈവിധ്യം അനുഭവിച്ചുകൊണ്ട് വിദേശയാത്രകൾ നടത്താം. ത്രില്ലിംഗ് തായ്ലാൻഡ്. തായ്ലാൻഡിലെ ബാങ്കോക്ക്, പട്ടയ, ടൈഗർ സൂ, കോറൽ ഐലൻഡ്, നൂങ് ഗാർഡൻസ്, മെറൈൻ പാർക്ക്, സഫാരി വേൾഡ്, പുരാതന CM പട്ടണം, ഇന്ദിര മാർക്കറ്റ് തുടങ്ങിയ ഡെസ്റ്റിനേഷനുകൾ, പ്രശസ്തമായ അൽക്കാസർ ഷോ, ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, ബീച്ച് വിനോദങ്ങൾ, ബോട്ട് റൈഡ്, സ്പീഡ് ബോട്ട് യാത്ര എന്നിവയെല്ലാം ആസ്വദിക്കാം. ഫുഡ് സ്ട്രീറ്റുകളും നൈറ്റ് മാർക്കറ്റുകളും സന്ദർശിക്കാം. തായ്ലാൻഡിൽ 4 പകലും 3 രാത്രിയും. ടൂറുകൾക്കുള്ള ബുക്കിംഗ് തുടരുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും സന്ദർശിക്കുക sanjaram.com. ഫോൺ 75919 66600. ട്രെയിൻ അവിടെ കിടക്കുക. ഈ ട്രെയിനകത്ത് നോക്കിയപ്പം ഒരു മൺതരി ഇടാൻ സ്ഥലമില്ല, അത്രയ്ക്ക് ജനം ആ ട്രെയിനകത്ത്. ഞങ്ങളെല്ലാം കയറി. ഞാൻ ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ ആ ഡോറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടും നീങ്ങാൻ പോലും നോക്കില്ല. ആ ഡോറിൻ്റെ വെളിയിൽ ഇങ്ങനെ അവിടെ നിന്നത്. ബാത്റൂമിനകത്ത് ഒരാൾ നിൽക്കുക, അത്രയ്ക്ക് ജനം. കാര്യം ഒരുപ്പെട്ട ഞങ്ങളെല്ലാം സിനിമാക്കാർ മാത്രമല്ല, ഈ നാട്ടുകാരെല്ലാം കേരളത്തിലേക്ക് പോവുക കുറേ ആൾക്കാർ അവിടെ. കാര്യം എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി അവിടെ ഒന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകാനുള്ള ഒരു കടകളും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ലാലേട്ടനും പിന്നെ നെടുമുടി വേണുചേട്ടൻ അങ്ങനെ 2-3-4 പേരുണ്ടായിരുന്നു ആക്ടേഴ്സായിട്ട്. ഇന്നസെൻ്റ് ആണ് ഉണ്ടായിരുന്നു, ഓർമ്മയില്ല. ലാലേട്ടനും വേണുചേട്ടനും ഉണ്ട്. അപ്പോൾ അവർക്ക് ആരോ എഴിച്ചു കൊടുത്തു ഇരിക്കാനായിട്ട്. എല്ലാം സെക്കൻഡ് ക്ലാസ് തന്നെ, വേറെ അത് പാസഞ്ചർ ട്രെയിനാണ്. അവരൊരു 3-4 പേർക്ക് ഡയറക്ടർ വേണുചേട്ടൻ, വേണുനാഗവള്ളി അദ്ദേഹത്തിന് അങ്ങനെ 2-3 പേർക്ക് സീറ്റ് കിട്ടി. ബാക്കി മുഴുവൻ ആൾക്കാർ നിന്നു. അങ്ങനെ അവിടെ നിന്ന്
ഒരു വിധത്തിൽ. കാര്യം ഈ ട്രെയിൻ പിടിച്ചിടുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നു. കാര്യം വഴിയിൽ തടയൂ, ഒരു വാഹനം ഒന്നും ഓടിക്കില്ല എന്നുള്ള ലെവലിൽ അവിടെ ഒരു റൈറ്റ് അന്തരീക്ഷത്തിലാണ് തമിഴ്നാട് മുഴുവൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ടെൻഷനായിരുന്നു. വഴി പിടിച്ചിട്ടാൽ പിന്നെ എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ ഫോണൊന്നുമില്ല, വിളിച്ച് പറയാനും മാർഗ്ഗമില്ല, ഒന്നുമില്ല. എന്തായാലും ഭാഗ്യത്തിന് എങ്ങനെയോ പാറശാല കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ വന്ന് തിരുവനന്തപുരത്തെത്തി. അങ്ങനെ രക്ഷപ്പെട്ടു വന്നു. അപ്പോൾ ആ കഥ ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ കൂട്ടുകാരത്ത് പറഞ്ഞപ്പം എൻ്റെ മറ്റൊരു സുഹൃത്തുണ്ട് തിരുവനന്തപുരത്ത്. അദ്ദേഹം അന്ന് പഠിക്കുന്ന സമയത്താണ്. പിന്നെ അവൻ അഡ്വക്കേറ്റായി, വലിയ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തൊക്കെയൊക്കെ ആയി. അപ്പോൾ അയാളൊരു കഥ പറഞ്ഞു. അയാൾ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്ക് പോകുമായിരുന്നു. രാവിലെ 7 മണിക്ക് 8 മണിക്കോ ചെന്നൈ എത്താറാവുന്നതിന് മുമ്പ് തന്നെ എവിടെ വെച്ച് തന്നെ ട്രെയിൻ സ്റ്റോപ്പായി. അപ്പോൾ കുറച്ച് നേരം ട്രെയിൻ പോകാതിരുന്നപ്പോൾ ഇവരൊക്കെ നോക്കിയപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഇനി മുമ്പോട്ട് പോവില്ല. കാര്യം മുമ്പിലുമൊക്കെ ട്രെയിൻ ബ്ലോക്കായി കിടക്കുക. കാര്യം ഈ MGR മരിച്ചു. അതുകൊണ്ട് ഭയങ്കരമായി ജനങ്ങൾ ഒരു വണ്ടി ഒന്നും എല്ലാം ഹർത്താൽ, ഭയങ്കര ബന്ധായി, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം ട്രെയിൻ പോവില്ല, ഇനിയിപ്പോൾ മാർഗം നടക്കുക, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെ നടക്കും? അപ്പോൾ അവിടെ നിന്ന് പിന്നെയും 10-20 30 കിലോമീറ്ററോ 40 കിലോമീറ്റർ എന്തോ പോകണം ചെന്നൈ എത്തണമെങ്കിൽ. 40 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ ഇയാളും വേറെ ആ ട്രെയിനകത്തുണ്ടെന്ന് വേറെ 2-3 പേരും കൂടെ ചേർന്നിട്ട് വെളിയിലിറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഒന്നും വണ്ടിയൊന്നുമില്ല. അങ്ങനെ ഏതോ ഒരു വണ്ടിക്കാരനെ കണ്ടിട്ട് പറഞ്ഞു ചെന്നൈ കൊണ്ട് വിടുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അന്ന് അവിടെ നിന്ന് ചെന്നൈ പോകാനായിട്ട് 200-300 രൂപ കണ്ടേ ഉള്ളൂ. ഇയാൾ 2000 രൂപയും കൊണ്ടാണ് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എവിടെ നിന്ന് ഒരു കറുത്ത തുണിയെല്ലാം കൊണ്ടുവന്ന് കെട്ടി, ഒരു കൊടി കെട്ടി, എന്നിട്ട് MGRൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഈ ഗ്ലാസ്സിൽ ഒട്ടിച്ചിട്ട് ഇയാൾ പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഡ്രൈവർ പറഞ്ഞെന്ന്, ഈ ആൾക്കൂട്ടം കാണും, ജംഗ്ഷനിലെല്ലാം കാണും, വടിയും വാളുമൊക്കെ ആയിട്ട് കാണും, നിങ്ങൾ തല വെളിയിട്ട് കരഞ്ഞോളണം. അയ്യോ പോയാച്ചേ, തലൈവർ പോയാച്ചേ എന്ന് പറഞ്ഞ് കരഞ്ഞോളണം എന്ന് പറഞ്ഞു. അപ്പോഴും വണ്ടി വിടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ഫ്യൂണറലിന് പോകണമെന്നുള്ള ലെവലിൽ ഈ വണ്ടിക്കാരൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകുന്ന കുറച്ച് വണ്ടികളുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പോകുന്നു. ഇവർ ഭയങ്കര റിസ്ക് എടുത്ത് എങ്ങനെയൊക്കെ ഓടി ജനങ്ങൾ, വഴിയിലൊക്കെ ജനങ്ങളാണ്. പോയിട്ട് എവിടെയോ ചെന്നപ്പോൾ തീർന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയും പോയില്ല. കാര്യം കല്ലൊക്കെ ഇട്ട് റോഡ് ബ്ലോക്ക് കളഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഈ പാവം 10-15 കിലോമീറ്റർ നടന്നു. മറ്റുള്ള ആൾക്കാർ നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മാക്ക് നടന്ന് വീടെത്തി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം ഉണ്ടായി. അപ്പം നമ്മൾ അത് വെച്ച് നോക്കുമ്പം നമുക്ക് ഭാഗ്യമുണ്ട്. ഇത് കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ നാട്ടിൽ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നു. അന്നും പരിപൂർണമായിട്ട് കടകളും കമ്പോളങ്ങളും എല്ലാം അടഞ്ഞു, ഹർത്താലായി, റോഡിലൊന്നും ആരുമില്ല. അന്ന് വൈകിട്ടായപ്പോഴത്തേക്കും ഈ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. അതെന്താ കറണ്ട് പോയെന്ന് എന്തോ പ്രശ്നം എന്തോ ആണ്, സ്ട്രീറ്റ് ലൈറ്റില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഉണ്ട്. ഞങ്ങൾ 91 തോന്നുന്നു, രാജീവ് ഗാന്ധി മരിച്ച 91. അപ്പം ഞാൻ വൈകുന്നേരം ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി വെറുതെ വെളിയിൽ വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ട്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാം കൂടി വെറുതെ ഇങ്ങനെ ഇരിക്കുക. റോഡിലൊന്നും ഒരു മനുഷ്യനില്ല. ഇടയ്ക്ക് വല്ല വണ്ടി പോകണമെങ്കിൽ പോലീസിൻ്റെ വണ്ടിയേ പോകുള്ളൂ. അവരിങ്ങനെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. വളരെ പിൻ ഡ്രോപ്പ് സൈലൻസ്, ആരുമില്ല റോഡിൽ, വാഹനങ്ങളില്ല. കോവിഡിൻ്റെ കാലം അങ്ങനെയായിരുന്നല്ലോ, വണ്ടിയൊന്നുമില്ല. നമ്മൾ റോഡിൽ ഇറങ്ങാകില്ല. ഇത് റോഡിൽ ചില ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്ക് പരിചയമുള്ള ആരോ ഒരു അപ്പുറ സൈഡ്, ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല ആരാണെന്ന്. ലൈറ്റില്ല, ഒരാളപ്പുറത്ത് ഈ മതിലിൻ്റെ റോഡിൻ്റെ അപ്പുറ സൈഡിൽ കൂടെ നടന്നിങ്ങനെ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ എനിക്ക് അയാളെ കണ്ടപ്പോൾ എവിടെ കണ്ടതുപോലെ ഒരു സംശയം. അപ്പോൾ ഞാൻ പെട്ടെന്ന് അയാളുടെ പേര് വിളിച്ചു. അപ്പോൾ അയാൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഞാൻ പറഞ്ഞു നന്ദുവാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ കക്ഷി നേരെ ക്രോസ് ചെയ്തിങ്ങി വന്നു. അപ്പോൾ സിനിമയിൽ ഇന്നും പ്രവർത്തിക്കുന്ന ഒരു പഴയകാല അസോസിയേറ്റ് ഡയറക്ടറാണ് അദ്ദേഹം. കുറേ പടങ്ങൾ അസോസിയേറ്റഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം പടം ഡയറക്റ്റും ചെയ്തു തോന്നുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചില്ല, പോട്ട് മറന്നുപോയതായിരിക്കും. ഈ കക്ഷി പേര് പറയുന്നില്ല. എന്തായാലും ഈ കക്ഷിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ, ഈ പെട്ടെന്നാണ് ഈ രാജീവ് ഗാന്ധിയുടെ മരണം അറിഞ്ഞു. ഈ ഹർത്താലായി ഇയാൾ ഒരു ലോഡ്ജിൽ താമസിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഫുഡില്ല. ഈ ഷൂട്ടിങ്ങിന് വന്ന അവരുടെ ആ മെസ്സിൽ ഒന്നുമില്ല. അപ്പോൾ ഇയാൾക്ക് രാവിലത്തെ എന്തോ കിട്ടിയെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ ഒന്നും ആഹാരം കിട്ടിയിട്ടില്ല. അപ്പം ഹോട്ടലും ഇല്ല, ഒന്നുമില്ല. ഇയാൾക്ക് കഴിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. പിന്നെ ഒറ്റ വഴിയുള്ളത് പുള്ളിക്കാരൻ്റെ സഹോദരി പേറുകടയിൽ താമസിക്കണമെന്ന് പറഞ്ഞു. ഈ അരിസ്റ്റോ ജംഗ്ഷൻ തമ്പാനൂരാണ്. അവിടെ നിന്ന് പേറുകട ഒരു
8 കിലോമീറ്ററെങ്കിലും വരും, അത് അത്രയും ദൂരമുണ്ട്. അപ്പോൾ അവിടെ പോയാലേ ആഹാരമുള്ളൂ. അപ്പോൾ ഈ വിശപ്പ് സഹിക്കാൻ വയ്യാതായിട്ട് ഈ പാവം ഇവിടെ നടന്നു എന്തായാലും അവിടെ പോയി ഫുഡും കഴിച്ച് അവിടെ കിടന്നുറങ്ങാമല്ലോ. ഇയാൾ നടന്നങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം അറിയാമോ? ഈ സഹോദരി അതിൻ്റെ തലേ ദിവസം ഭർത്താവൊക്കെ ആയിട്ട് അവർ വേറെ കണ്ടു പോയി. ഇയാൾക്കറിയില്ലായിരുന്നു. കാര്യം ഈ മൊബൈൽ ഫോണിൽ ഇപ്പോഴാണല്ലോ നമ്മൾ എപ്പോഴും വിളിച്ച് ചോദിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെയല്ലല്ലോ. പിന്നെ വീട്ടിൽ ഫോൺ കാണാൻ നിർബന്ധമില്ല. അപ്പോൾ സഹോദരി അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഇദ്ദേഹം അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ സഹോദരി ഇല്ല, അവിടെ ഒരു മനുഷ്യമില്ല, വീട് പൂട്ടിയിട്ടിരിക്കുന്നു. ഈ പാവം വിശന്ന് വലഞ്ഞിട്ടാണ് അവിടെ പോയത്. ഈ 10 കിലോമീറ്റർ നടന്ന് അവിടെ എത്തിയത്. അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ലല്ലോ. പിന്നെ തിരിച്ച് അവിടെ റോട്ടിൽ കിടന്നുറങ്ങാക്കുമല്ലോ. അവിടെ നിന്ന് തിരിച്ച് നടന്ന് അവശ നിലയിൽ വീഴില്ല എന്നുള്ള അവസ്ഥയിൽ നടന്ന് ഈ അരിസ്റ്റോ ജംഗ്ഷൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. 1 കിലോമീറ്റർ ഇല്ല, ഒരു 3/4 കിലോമീറ്ററേ ഉള്ളൂ. തിരിച്ച് അവിടം വരെ എത്തി. അങ്ങനെ ചുമരിൽ ഇടിച്ചിടിച്ച് പോകുമ്പോഴാണ് ഞാനിങ്ങനെ ഈ ഇരുട്ടത്ത് ഇയാളെ തിരിച്ചറിഞ്ഞു. ഇയാൾ അത് വിശന്ന് കണ്ടുകൂടാ. ഞാൻ പറഞ്ഞു ബാത്റൂം നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് കഞ്ഞിയും പയറുമാണ്. അപ്പം മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ കഞ്ഞിയും പയറുമായിരിക്കും. ഇപ്പോഴും എനിക്കിഷ്ടം കഞ്ഞിയും പയറാണ്. ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കഞ്ഞിയും പയറുന്നേ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ബാക്കി ഫുഡുള്ളൂ എനിക്ക്. അങ്ങനെ ഈ അവിടെ ചെന്ന് കഞ്ഞിയും പയറും. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ കഴിച്ചില്ലെങ്കിലും സാരമില്ല, താൻ കഴിക്കുമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്ന് അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ആ വീട്ടുകാർക്ക് വലിയ ഇയാൾ മൃഷ്ടാൻ അവിടെ ഇരുന്ന് സുഖമായിട്ട് നിറച്ച് കഞ്ഞിയും പയറുമൊക്കെ കഴിച്ച് സമാധാനമായിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു വന്നു. എന്തോ ജീവിതത്തിൽ ഞാൻ മറക്കില്ല ഈ ഒരു ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പം ദൈവമായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ഇരുട്ടത്ത് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എനിക്ക് സാധാരണഗതിയിൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എങ്ങനെയോ എനിക്ക് ഇയാളാണോ എന്ന് സംശയം വെറുതെ പേര് വിളിച്ചതാണ്. നോക്കിയപ്പോൾ അയാൾ തന്നെ. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹാപ്പിയായിട്ട് അദ്ദേഹം പോയി. അത് കൊള്ളില്ല, ഈ സാരി കളറൊന്നും ശരിയല്ല, ഒരു സുഖമില്ല, മറ്റേ സാരി എടുക്കുക. ഞാൻ പറഞ്ഞു അതല്ല, ഇത് അവർ സെലക്ട് ചെയ്ത സാരിയാണ്, ഇത് ഇടണമെന്ന് പറഞ്ഞു. അത് വേണ്ട, ഞാൻ പറഞ്ഞോളാം ഡയറക്ടറെന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. ഇവർ ഈ സാരി ഇട്ടില്ല, വേറെ സാരി എടുത്തു. അത് കഴിഞ്ഞ് ലാൽ സാറുമായിട്ടുള്ള സീനാണ്, അവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു സീനാണ്. എടുത്ത് പറഞ്ഞു ആർട്ടിസ്റ്റ് റെഡിയാണെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇവരെ ചെന്ന് വിളിച്ചു, റെഡി, ഷോട്ട് റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ നടന്ന് ഇവർ വന്നു. അകത്തോട്ട് കയറി അവിടെ ഡയറക്ടർ എന്നെ നോക്കിയിട്ട് ഒറ്റ ചൂടാലു, നന്ദുവിൻ്റെ അടുത്ത് ഈ സാരിയാണോ ഞാൻ കൊടുക്കാൻ പറഞ്ഞത്? ഞാൻ കാണിച്ചത് സാരിയില്ല, അതെന്താ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇവരെ നോക്കിയപ്പോഴത്തേക്ക് ഇവരിങ്ങനെ മുഖത്ത് ഒന്നും പറയല്ലേ എന്ന്. അതായത് ഞാൻ വെടി കൊണ്ടോളാൻ